ശ്രീരാമനെ മലയാള കവികൾ എങ്ങനെ ആവിഷ്കരിച്ചു എന്ന ഒരു അന്വേഷണം രസകരമാണ്. അതും കവിത്രയം മുതൽ ഇങ്ങോട്ട്. കവിത്രയത്തിന് മുമ്പ് രാമായണങ്ങളുടെ ആവിഷ്കാരങ്ങളാണല്ലോ നടന്നത്. വാൽമീകി രാമായണത്തെ കണ്ണശനും അതിനു മുമ്പ് ചീരാമകവിയും കോവളം കവികളും ഒക്കെ എഴുതുമ്പോൾ, എഴുത്തച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതുമ്പോൾ രാമകഥ എഴുതുക ചെയ്തത്. അപ്പോൾ ആ രാമകഥകൾ പ്രചാരത്തിലായി. ചില ചമ്പുക്കളൊക്കെ വന്നിട്ടുണ്ട്, ആട്ടക്കഥകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മലയാള കവിത അതിൻ്റെ ഒരു സ്വാഭാവിക വികാസം നേടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കവിത്രയം. ആ കവിത്രയത്തിൽ 3 പേർ. ആ 3 പേർ അവരുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞാൽ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്ന് വേണം പറയാൻ. അവരെങ്ങനെയാണ് പരിഗണിച്ചത് എന്ന് നമ്മളൊന്ന് നോക്കണം. അതിൻ്റെ വലിയൊരു പ്രത്യേകത, മലയാളത്തിൽ ആകെ പരിശോധിച്ച് നോക്കിയാൽ രാമനെക്കുറിച്ചുള്ള കവിതകൾ വളരെ കുറവാണ് കവിത്രയം മുതൽ ഇങ്ങോട്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. ഇത്രയും വലിയ ഒരു ഇതിഹാസ കഥാപാത്രം നമ്മളുടെ മുന്നിലുണ്ടായിട്ട് ആ ഇതിഹാസ കഥാപാത്രത്തെ ആധാരമാക്കി മലയാളത്തിൽ കവിതകൾ കുറവാണ് എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ കുറവാണ്. ആശാനാണ് ആ കാര്യത്തിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. രാമനെക്കുറിച്ചല്ല പറഞ്ഞത്, സീതയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ സീതയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അതിൽ ഒരു പരഭാഗശോഭയോടുകൂടി രാമൻ നിൽക്കുന്നത് നമുക്ക് കാണാം. ആശാൻ്റെ ബാലരാമായണത്തെ നമ്മൾ മറക്കുന്നില്ല. ബാലരാമായണം അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യരചനയുടെ ഒരു പരീക്ഷണ ഘട്ടം കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ബാലരാമായണം, ശ്രീബുദ്ധചരിതം ഒക്കെ. പണ്ട് കോസല രാജ്യത്തിൽ പേരെടുന്നൊരു അയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ എന്ന് തുടങ്ങുന്ന ബാലരാമായണം അതീവ ലളിതമായി കേരളത്തിലെ കുട്ടികൾക്ക് വാൽമീകി രാമായണത്തെ പരിചയപ്പെടുത്താൻ നടത്തിയ ഒരു പരിശ്രമമാണ്. ആ പരിശ്രമം ഒരു പക്ഷേ അദ്ദേഹം ആ സമയത്ത് വാൽമീകി രാമായണത്തെ അദ്ദേഹം ആദ്യം അറിഞ്ഞിരുന്നതിൽ നിന്നുമൊക്കെ അഗാധമായി പരിശോധിക്കുകയും ചെയ്തിരുന്നിരിക്കണം. വാൽമീകിയുടെ സീത ആശാൻ്റെ സീതയായി പരിണമിക്കുന്നതിൽ ആശാൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുകൂടി ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആശാൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വലിയ അവഗണനകൾ, നിരാസങ്ങൾ, ആശാൻ നേരിട്ടിട്ടുള്ള വലിയ തരത്തിലുള്ള അടിച്ചമർത്തലുകൾ, ഇതൊക്കെ ആശാൻ്റെ പല കവിതകളിലൂടെ, പല കഥാപാത്രങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആശാൻ്റെ ചിന്താവിഷ്ടയായ സീത അങ്ങനെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ആശാൻ്റെ മനോവികാരങ്ങൾ കൂടി അതിൽ കലർന്നിട്ടില്ലേ എന്ന് സംശയിക്കാം. കാരണം അത് കലരാതെ നിവർത്തിയില്ലല്ലോ. ആശാൻ്റെ സീത എല്ലാ തരത്തിലും പരിത്യക്തയായിരിക്കുന്ന അവസ്ഥയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായ ഒരളവെന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ അരിയോരണി പന്തലായി സതിക്കൊരു പൂവാക വിതൃത്ത ശാഖകൾ ഹരിനീല തൃണങ്ങൾ കീഴിരുന്ന് അരുളും പട്ടുവിരിപ്പുമായതു എന്ന് തുടങ്ങുന്ന അതിനാടകീയമായി വാൽമീകി മക്കളെയും കൊണ്ട്, സീതയുടെ മക്കളെയും കൊണ്ട് അയോധ്യയിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള ഒരു സന്ധ്യയിൽ അതിനാടകീയമായി സീത ചെന്നിരിക്കുകയും അവിടെ ഇരുന്ന് ആലോചനയിൽ മുഴുകുകയുമാണ് ചെയ്യുന്നത്. പരിസരം മറന്നുപോയി. രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്ന് അവിടെ താൻ തനിയേ ഇരിക്കുക എന്ന് പറയുന്ന തനിയെ ഇരുന്നു പോയി. സൂര്യൻ, രവി പോയി മറയുന്നതറിഞ്ഞില്ല, തനിയെ ചന്ദ്രൻ ഉദിക്കുന്നതറിഞ്ഞില്ല, ഒന്നും അറിയാതെ ഇരുന്ന് ആലോചനയിൽ മുഴുകിപ്പോയി എന്നാണ്. ആ മുഴുകിപ്പോയ ആലോചന സീതയുടെ മുന്നിലൂടെ ആ രാമനുമായി കഴിഞ്ഞ കാലം മാത്രമേ ഓർക്കുന്നുള്ളൂ. സീതയ്ക്ക് അതിനു മുമ്പ് ഒരു ബാല്യകാലം ഉണ്ടായിരുന്നിരിക്കണമല്ലോ, ഒരു കൗമാരം ഉണ്ടായിരുന്നിരിക്കണമല്ലോ, രാമനെ വരിച്ച ഒരു കാലം ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ആലോചനയിൽ വരുന്നില്ല. അങ്ങേയറ്റം യുക്തിസഹവുമാണ്. എന്തുകൊണ്ട് യുക്തിസഹം എന്ന് ചോദിച്ചാൽ, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ, അവർ ഭർത്താവിനാൽ ത്യജിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഇത്തരമൊരു ആലോചനയിൽ ഇരിക്കുമ്പോൾ അത്തരം മസൃണമായ ഭൂതകാലമല്ല വരിക, തന്നെ ഇതിലേക്ക് നയിച്ച ഘട്ടം മുതലുള്ള ഓർമ്മകളാണ് വരിക. അങ്ങനെയാണ് സീതയിലേക്ക് ആ ഓർമ്മകൾ വരുന്നത്. ആ ഓർമ്മകൾ വരുമ്പോൾ അതിലെല്ലാം പല സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ഉടനീളം രാമൻ്റെ സാന്നിധ്യം ഇങ്ങനെ നമുക്ക് കാണാം. തരുണീ പാദജ ഗർഹിണീ ശ്രുതി എന്നാണ് സീത പറയുന്നത്. സ്ത്രീകൾക്കും പാദജന്മാർക്കും ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്ന, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള, ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ചു എന്ന് നമ്മൾ പറയുന്ന പാദജന്മാരെയും ഗർഹിക്കുന്ന, അവരെ അപമാനിക്കുന്ന, അവരെ തിരസ്കരിക്കുന്ന ശ്രുതി,
നമ്മൾ വേദത്തിലെ എന്താണ് അതിൻ്റെ സ്മൃതി എന്നും ശ്രുതി എന്നും പറയുന്ന ആ ശ്രുതി ഉണ്ടല്ലോ, വേദശ്രുതികൾ, അത് അങ്ങേയറ്റം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമൻ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനെ തുടർന്നുള്ള ചിന്തകൾ മുഴുവൻ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആശാൻ്റെ കൃതിയിൽ സീതയുടെ ഈ ആലോചനയിലേക്ക് വരുന്ന ഓരോ സന്ദർഭങ്ങളും അതീവ ശ്രദ്ധ അർഹിക്കുന്നതാണ്. അയോധ്യയെക്കുറിച്ചൊക്കെ സീത പറയുമ്പോൾ ഉള്ള പ്രസിദ്ധമായിട്ടുള്ള കാര്യം നമുക്കറിയാം. എന്താണ്, അയോധ്യയിലെ സ്ത്രീകൾ എങ്ങനെയാണ് ക്ഷയിച്ചു പോയത് എന്ന് പറയുന്നത്. പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാനശക്തിയും, അങ്ങനെ പരമ്പരയായി പൗരികൾ കെട്ടുപോയതേ എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ അയോധ്യയിലെ രാജധാനിയിൽ പെരുമാറിയിരുന്നത് എന്ന് സീത പറയുന്നു. സാധാരണ മണ്ണിൽ നിന്ന് വന്ന അയോനിജയാണ് എന്ന് പറയും, പ്രസവിക്കപ്പെട്ടതല്ല. സാധാരണ മണ്ണിൽ നിന്ന് വന്ന ആ തരത്തിൽ വിശുദ്ധിയുള്ള സീത എന്ന ഈ വ്യക്തിത്വത്തിന് അയോധ്യയിലെ ഈ ബാക്കി സംഭവങ്ങളൊന്നും സീതയെ ബാധിക്കുന്നില്ല. സീത രാമനെ അവലംബിച്ചാണ് ജീവിച്ചു പോകുന്നത്. രാമനെന്ന ഏക കേന്ദ്രത്തിലാണ് സീതയുടെ മനസ്സുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആശാൻ ആവിഷ്കരിക്കുന്നത് അത്തരം ഒരു സീതയാണ്. ഏറ്റവും ഒടുവിൽ അപമാനം നേരിടുമ്പോൾ അവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു പരീക്ഷണത്തിന് തയ്യാറാവണം എന്ന് അയോധ്യയിലെത്തി അശ്വമേധയാഗത്തിൻ്റെ പരിസമാപ്തിയിൽ അവിടെ വച്ച് പറയപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ വാൽമീകിയുടെ ആ കാൽത്തണ്ടാർ നോക്കി നടന്ന് അധോപതനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികമെത്തി ഈ നൃപനെ അനുശയക്ലാന്താസ്യനാം കാന്തനെ ഒന്ന് നോക്കിയിട്ട് രാമൻ അതീവ ദുഃഖിതനായിട്ടിരിക്കുകയാണ്. അനുശയക്ലാന്താസ്യനാം കാന്തനെ ഒന്ന് നോക്കിയിട്ടാണ് അപ്രത്യക്ഷയായി പോകുന്നത്. അതാണ് ആശാൻ സൃഷ്ടിച്ച സീത. ആശാൻ്റെ രാമൻ അതിനകത്തുടനീളം വരുന്നത് സീതയുടെ ചിന്തയിൽ ഈ തരത്തിൽ എന്താണ്, ഈ ചെളി കാലിൽ പുരണ്ട ശേഷം വെളിവായി കഴുകുന്നു രാഘവൻ എന്ന് പറയുന്നുണ്ട്. ഈ കാലിൽ പുരണ്ട ചെളി വെളിവായി കഴുകുന്നത് പോലെ തൻ്റെ ഒരു അകത്ത് പ്രവേശിച്ച ഒരു കൽമഷത്തെ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രാമൻ ചെയ്യുന്നത് എന്നതുൾപ്പെടെ ഉള്ള നിരവധി രാമനെക്കുറിച്ചുള്ള വിമർശനം, അതിന് കരുത്തു പകർന്നത് പിൽക്കാലത്ത് ഇങ്ങോട്ട് മലയാളി ഏറ്റെടുത്ത രാമവിമർശനത്തിന് അതിന് രാഷ്ട്രീയമായ പശ്ചാത്തലമൊക്കെ ഉണ്ട്. നമ്മുടെ സമകാലികമായി നടക്കുന്ന രാമവിമർശനം നിഷ്കളങ്കമായ സാഹിത്യ വിമർശനമല്ല, പകരം അതിലൊരു രാഷ്ട്രീയ വിവക്ഷ കൂടിയുണ്ട്. എന്തായാലും അതിനെല്ലാം ആധാരമായത് ഒരു പക്ഷേ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയാണ്. ഒരു പക്ഷേ അല്ല, ശരിക്കും ചിന്താവിഷ്ടയായ സീതയാണ്. അതിനുശേഷമാണ് വാൽമീകിയുടെ രാമൻ എന്ന കുട്ടിക്കൃഷ്ണമാരാരുടെ പ്രബന്ധമൊക്കെ വരുന്നത്. ആ പ്രബന്ധം രാമനെ കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രബന്ധമാണ്. മാരാരി യുക്തിയുടെ അസാമാന്യമായ അതിൻ്റെ സൂചിമുന കൊണ്ടാണല്ലോ സകലതിനെയും നേരിട്ട്, ഒരു വാൾത്തലപ്പ് കൊണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായി പറയാം. അങ്ങനെയുള്ള അതാണ് നമ്മുടെ കവിത്രയത്തിലെ ആദ്യത്തെ കവി, പ്രായം കൊണ്ട് ആദ്യത്തെ കവി കുമാരനാശാൻ രാമായണത്തെ ആ തരത്തിലാണ് കാണാനിടയായത്. ഇനിയുള്ള 2 കവികളെ നമുക്ക് പിന്നീട് തൊട്ടു പിന്നാലെ പരിശോധിക്കാം.